പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 48 വരെയുള്ള വചനങ്ങളാണ്. ഇന്ന് അനീതി ഞായറാഴ്ച, കർത്താവിനെതിരെ പ്രാപിച്ച എല്ലാവരെയും സഭ ഓർമ്മിക്കുന്ന ദിവസം. ഈ ദിവസം സഭ നമ്മോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. 1, വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ജീവിച്ചിരിക്കുന്നവരായ നാം വിശ്വാസത്തിലും ജാഗ്രതയിലും ജീവിക്കുക. യേശു നമ്മോട് വളരെ സ്നേഹത്തോട് പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവരാജ്യം ഭാവിയിൽ മാത്രം കിട്ടുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ദൈവസാന്നിധ്യമാണ്. ഒന്നാമതായി, ഭയപ്പെടേണ്ട, ദൈവം നമ്മോടൊപ്പമുണ്ട്. കുട്ടികളെ, പരീക്ഷയ്ക്ക് മുൻപ് പേടിയുണ്ടോ? അസുഖം വന്നപ്പോൾ വിഷമമുണ്ടായോ? ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടോ? യേശു പറയുന്നു, ഭയപ്പെടേണ്ട. മാതാപിതാക്കൾ നമ്മെ കരുതുന്നത് പോലെ ദൈവം നമ്മെ അധികം കരുതുന്നു. അതിനാൽ പേടി വേണ്ട, വിശ്വാസം മതി. രണ്ടാമതായി, സ്വർഗത്തിലെ നിക്ഷേപം. നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിക്ഷേപം എന്നത് വിലപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ നിക്ഷേപം നല്ലതായാലോ മോശമായാലോ ഹൃദയം അവിടേക്കാണ് പോവുക. കള്ളം, സ്വാർത്ഥം, അടിപിടി എന്നിവയാണ് മോശം നിക്ഷേപങ്ങൾ. പങ്കിടൽ, സഹായം, പ്രാർത്ഥന, ക്ഷമ എന്നിവയാണ് നല്ല നിക്ഷേപങ്ങൾ. നമ്മൾ നല്ല തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്ന് നിൽക്കും. മൂന്നാമതായി, ജാഗ്രത. യേശുവിനായി തയ്യാറാവുക. വീട്ടിൽ അതിഥി വരുമെന്നറിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? വീട് വൃത്തിയാക്കും, വിളക്ക് തെളിക്കും, വാതിൽ തുറന്നിരിക്കും. അതുപോലെ നമ്മുടെ ഹൃദയം യേശുവിനായി തയ്യാറായിരിക്കണം. ദിവസേന പ്രാർത്ഥിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, സത്യം പറയുക. ഇവയാണ് ജാഗ്രതയുടെ അടയാളങ്ങൾ. മൂന്നാമതായി, വിശ്വസ്ത സേവനം. കഴിവുകൾ ഉപയോഗിക്കുക. ദൈവം ഓരോ കുട്ടിക്കും പ്രത്യേകം കഴിവുകൾ നൽകിയിട്ടുണ്ട്. ചിലർക്ക് പാട്ട്, ചിലർക്ക് പഠനം, ചിലർക്ക് സഹായ മനസ്സ്. കഴിവുകൾ ഉപയോഗിച്ചാൽ ദൈവം സന്തോഷിക്കും. ഉദാഹരണം, പ്രാർത്ഥനയിൽ മനസ്സോടെ പാടുന്നത് വിശ്വസ്തതയാണ്. കഴിവുകൾ അവഗണിക്കുന്നത് അലസതയാണ്. ദൈവം വിശ്വസ്തരെ ഒരിക്കലും മറക്കില്ല. അഞ്ചാമതായി, ഉത്തരവാദിത്വം. കൂടുതൽ കിട്ടിയവർക്ക് കൂടുതൽ ചുമതല. യേശു പറയുന്നു, അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. വലിയ കുട്ടികൾ ചെറുപ്പക്കാർക്ക് മാതൃകയാകണം. ബൈബിൾ അറിയുന്നവർ അത് പങ്കിടണം. ഇടവകയിൽ സഹായിക്കാൻ അവസരം കിട്ടിയാൽ സന്തോഷത്തോടെ ചെയ്യണം. ദൈവം നമ്മെ വിശ്വസിക്കുന്നതിനാലാണ് നമുക്ക് ചുമതല നൽകുന്നത്. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മിക്കൂ. ഒന്നാമതായി, ഭയപ്പെടേണ്ട, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. രണ്ടാമതായി, നല്ലത് തിരഞ്ഞെടുക്കുക, അതാണ് സ്വർഗീയ നിധി. മൂന്നാമതായി, ജാഗ്രതയോടെ ജീവിക്കുക, യേശു വരും. നാലാമതായി, കഴിവുകൾ വിശ്വസ്തമായി ഉപയോഗിക്കുക. അഞ്ചാമതായി, ഉത്തരവാദിത്വത്തോടെ ജീവിക്കുക. ഞായറാഴ്ച നമ്മെ പഠിപ്പിക്കുന്നത് വാങ്ങിപ്പോയവർക്കായി പ്രാർത്ഥിക്കാനും ജീവിച്ചിരിക്കുന്നവരായി വിശ്വസ്തരാകാനും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ വിശ്വസിക്കാൻ, പങ്കിടാൻ, തയ്യാറായി ജീവിക്കാൻ, വിശ്വസ്തരും ഉത്തരവാദിത്തമുള്ളവരുമാകാൻ സഹായിക്കണമേ. ആമേൻ.